ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്ലീഹകാലം 3-ാം ഞായറാഴ്ച തിരുസഭ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങളാണ്. താൻ തെരഞ്ഞെടുത്ത 12 അപ്പോസ്തലന്മാരെ യേശു പ്രത്യേക ദൗത്യവുമായി അയക്കുന്നു. ഇത് അവരെ മാത്രമായി എന്തെങ്കിലും ഒരു കാര്യത്തിന് അയക്കുന്ന ആദ്യത്തെ സംഭവമാണ്. ഗലീലയിലെ ശുശ്രൂഷയിൽ തന്നോടൊപ്പം ഉണ്ടായിരുന്ന 12 പേരെയാണ് യേശു അയക്കുന്നത്. യേശു ശുശ്രൂഷ തുടർന്നുകൊണ്ടിരിക്കെ തന്നെ അവൻ ചെയ്യുന്ന ശുശ്രൂഷ തന്നെ ദൈവരാജ്യം പ്രഘോഷിക്കുക, രോഗികളെ സുഖപ്പെടുത്തുക എന്നിവ നിർവഹിക്കുവാനാണ് അവരയക്കുന്നത്. അവർ ഭാവിയിൽ നിർവഹിക്കാനിരിക്കുന്ന ദൗത്യത്തിൻ്റെ ഒരു പൊതുവായൊരു ചിത്രം നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. എല്ലാ പിശാചുക്കളുടെ മേലും രോഗശാന്തിക്ക് മേലുമുള്ള ശക്തിയും അധികാരവും നൽകി ദൈവരാജ്യം പ്രഘോഷിക്കുവാനും രോഗശാന്തി നൽകുവാനും അവരയച്ചു. ശക്തി അത്ഭുതം പ്രവർത്തിക്കുവാനും അധികാരം ദൈവരാജ്യം പ്രഘോഷിക്കുവാനുമാണെന്ന് നമുക്ക് കരുതാം. ശക്തിയും അധികാരവും ദൈവത്തിൻ്റെതാണ്, പക്ഷേ അത് യേശുവിലുമുണ്ട്. അവൻ അത് അപ്പോസ്തലന്മാർക്ക് നൽകുകയാണ്. ഇവിടെ അപ്പോസ്തലന്മാരെ യാത്രാ നിർദ്ദേശങ്ങളൊക്കെ നൽകി ഒരു യാത്രയ്ക്ക്, അതായത് രോഗികളെ സുഖപ്പെടുത്തുവാനും ദൈവരാജ്യം പ്രസംഗിക്കുവാനുമായിട്ട് ഒരു യാത്രയ്ക്ക് അയക്കുകയാണ്. ബൈബിളിലെ ഒരുപാട് യാത്രകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അബ്രഹാം സാറ ദമ്പതിമാരുടെ യാത്രയുണ്ട്. കാനാൻ ദേശം ലക്ഷ്യമാക്കിയുള്ള ഇസ്രായേലിൻ്റെ യാത്രയുണ്ട്. പുതിയ നിയമത്തിലാണെങ്കിൽ തിരുകുടുംബത്തിൻ്റെ യാത്രയുണ്ട്. ബൈബിളിലെ യാത്രകൾക്ക് ഒരുപാട് പ്രാധാന്യം നൽകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്ലിഹന്മാരെ യാത്രയാക്കുന്ന ഈശോയാണ് നമ്മൾ ഈ സുവിശേഷ ഭാഗത്ത് കാണുന്നത്. ചെറുപ്പത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ടൂർ പോകുമ്പോൾ പലപ്പോഴും നമ്മുടെ മാതാപിതാക്കൾ വന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെ പോകരുത്, വെള്ളത്തിൽ ഇറങ്ങരുത്, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയും. അതോടൊപ്പം തന്നെ ഒരു വലിയ ലഗേജ് തന്നെ നമ്മുടെ കയ്യിലുണ്ടാവും. പക്ഷേ ഇവിടെ ഈശോ പറയുന്നത് ഒന്നും വേണ്ട എന്നാണ്. യാത്രയ്ക്ക് വടിയോ സഞ്ചിയോ പണമോ അപ്പമോ ഒന്നും തന്നെ നിങ്ങൾ കൊണ്ടുപോകണ്ട എന്നാണ് പറയുക. ഈ യാത്ര കാണുന്നവർക്ക് ഇതൊരു ഭോഷത്വമായിട്ട് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ അവർക്ക് ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു സമയമാണ്. വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്: നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഭോഷത്വമാണെന്ന്. അങ്ങനെയാണെങ്കിൽ സമ്പന്നമായ മാളികമുറി ഉപേക്ഷിച്ച് ചാക്കെടുത്ത് നടന്ന വിശുദ്ധ ഫ്രാൻസിസിന്റെ ഭോഷത്വമല്ലേ? തന്നെ കൊല്ലാൻ ശ്രമിച്ചവനെ പോലും ജയിലിൽ പോയി കണ്ട് മാപ്പ് കൊടുത്ത വിശുദ്ധ ജോൺ പോൾ 2-ാമൻ മാപ്പാപ്പയുടെ ജീവിതം ഭോഷത്വമല്ലേ? ക്രിസ്തുവിന് മണവാട്ടിയാകുവാൻ കനലിൽ നടന്ന വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതം ഭോഷത്വമല്ലേ? ദൈവം പറഞ്ഞിട്ട് യാത്ര തിരിച്ചവരുടെ ജീവിതത്തിൽ ദൈവം കൂടെ ഉണ്ടായിരുന്നു. ബൈബിളിലെ ഇസ്രായേൽ ജനം കാനാൻ ദേശം ലക്ഷ്യമാക്കിയുള്ള യാത്രയിൽ പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും എപ്പോഴും ദൈവം കൂടെ ഉണ്ടായിരുന്നു. എപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ യാത്രകൾ ചെയ്യുമ്പോൾ കർത്താവിനെ മുറുകെ പിടിക്കാം. കൂടെ കാണുമെന്ന ഉറപ്പ് അത് ശിഷ്യന്മാർക്കുണ്ടായിരുന്നു. അതുപോലെ ക്രിസ്തു എൻ്റെ കൂടെയുണ്ട് എന്ന ഉറപ്പ് എനിക്കും ഉണ്ടാകണം. അപ്പോൾ യാത്രകൾ പലപ്പോഴും അതിൻ്റെ ലക്ഷ്യത്ത് എത്തിച്ചേരും. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് യാത്രകൾക്ക് നമ്മൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ, അത് ജോലിക്കായാലും മറ്റുള്ള ആവശ്യങ്ങൾക്കായാലും വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ കർത്താവിനോട് പ്രാർത്ഥിച്ച് നമുക്ക് ഇറങ്ങാനായിട്ട് പരിശ്രമിക്കാം. ചെറുപ്പത്തിലെ എപ്പോഴും കേട്ട ഒരു കാര്യമുണ്ട്: എവിടെ പോയാലും ഈശോ മറിയം ഔസേപ്പയെ രക്ഷിച്ചേക്കണേ എന്ന ഈ സുഹൃത ജപം ചൊല്ലണമെന്ന്. നമുക്കും ജീവിതത്തിൽ യാത്രകളുടെ നിമിഷങ്ങളിൽ കർത്താവിനോട് ചേർന്നിരുന്ന് മുന്നോട്ട് പോകാനായിട്ട് നോക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.